ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ മുംബൈ സീനിയർ എഡിറ്ററായ സതീഷ് നന്ദഗോവേങ്കർ മരണപ്പെട്ടിട്ട് 17 ദിവസങ്ങളായി. പത്രസ്ഥാപനത്തിലെ മോശപ്പെട്ടതും വിഷലിപ്തവുമായ തൊഴിൽ സംസ്കാരത്തിന്റെ അടുത്ത കാലത്തെ ഇരയാണ് സതീഷ്. എക്സിക്യൂട്ടീവ് എഡിറ്ററായ മീനാൾ ബാക്കേലിന്റെ നിരന്തര പീഡനത്തിലും അടിച്ചേൽപ്പിച്ച സമ്മർദ്ദത്തിലും പെട്ട് സ്ഥാപനത്തിൽ വെച്ച് 2024 ഫെബ്രുവരി 28 ഹൃദയം പൊട്ടി മരിച്ച അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ടും ഇത്തരം സാഹചര്യത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടും 17 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് പുറത്തിറക്കിയ കുറിപ്പാണിത്. ഈ കുറിപ്പിൽ ഒരിടത്തും പത്രസ്ഥാപനത്തിൻ്റെയോ പ്രതി ചേർക്കപ്പെട്ട ആളിൻ്റെയോ പേര് പരാമർശിക്കുന്നില്ല. ആരെ ബോധിപ്പിക്കാനാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഇന്നൊരു കുറിപ്പിറക്കിയത്? മുംബൈയിൽ മാത്രമല്ല, നാടെങ്ങും പത്രപ്രവർത്തകർക്കിടയിൽ വലിയ രോഷവും സമാന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും വ്യാപകമാകുന്ന എന്ന തിരിച്ചറിവിലാണ് എഡിറ്റേഴ്സ് ഗിൽഡിന്റെ ഈ കുറിപ്പെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാണ് അപകടകരമായ ഈ തൊഴിൽ സംസ്കാരത്തിന് ഉത്തരവാദികൾ? മുതലാളിമാരെക്കാൾ എഡിറ്റർമാർ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കുലേഷൻ കുറയുമ്പോൾ സ്വാഭാവികമായും മുതലാളിമാർ അസ്വസ്ഥമാകും. അവരുടെ അസ്വസ്ഥതയിൽ ഏറെയും പങ്ക് മുകളിൽ നിൽക്കുന്ന എഡിറ്റർമാർക്ക് കിട്ടും. ഈ എഡിറ്റർമാരാണ് താഴോട്ടുള്ള പത്രപ്രവർത്തകരെ അപമാനിക്കുകയും തെറി വിളിക്കുകയും സമ്മർദ്ദപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. മറ്റു പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ തങ്ങളുടെ പത്രത്തിൽ വരുന്നില്ല, കൃത്യതയോടെ വരുന്നില്ല, തെറ്റായി വരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടായിരിക്കും മിക്ക ഹരാസ്മെന്റുകളും. എന്നാൽ അത് മാത്രമല്ല, സർക്കുലേഷൻ കുറയാൻ കാരണം എന്ന് വിശദീകരിക്കാൻ എഡിറ്റർമാർ തയ്യാറാകാറേയില്ല. കോവിഡാനന്തര സാഹചര്യത്തിൽ പൊതുവെ ആളുകൾ പ്രിന്റ് മീഡിയ കുറച്ചുകൊണ്ട് വരികയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാകാതെ സർക്കുലേഷൻ കുറയ്ക്കാൻ കാരണം താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകർക്ക് മത്സരക്ഷമത ഇല്ലാത്തതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മൂഢതയാണ്. മറ്റു പത്രങ്ങളുമായി താരതമ്യം ചെയ്ത് അവരുടെ എക്സ്ക്ലൂസീവ് ന്യൂസ് തങ്ങൾക്ക് കിട്ടാത്തത് പത്രപ്രവർത്തകന്റെ കഴിവുകേടെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. പത്രസ്ഥാപനത്തിന്റെ നയവും വിശ്വാസ്യതയും നേരും കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഇതിനെയൊക്കെ വിലയിരുത്താൻ. വാർത്തകൾ മുക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ വളച്ചൊടുക്കുകയോ ചെയ്ത പാരമ്പര്യവും രീതിയുമുള്ള പത്രങ്ങൾക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് നൽകാൻ ആരും തയ്യാറാവുകയില്ല. വാർത്തകൾ ഉത്തരവാദിത്തമില്ലാതെ കൈകാര്യം ചെയ്യുന്ന പത്രങ്ങളെയും എന്നെപ്പോലെയുള്ളവർ സെൻസിറ്റീവായ വാർത്തകൾ ആദ്യം അറിയിക്കാറില്ല. അതൊന്നും പത്രപ്രവർത്തകന്റെ കുഴപ്പമല്ല. എക്സ്ക്ലൂസീവ് വാർത്തകൾ ലഭ്യമാകുന്നതിന് പത്രപ്രവർത്തകന്റെ പരിചയവും ബന്ധങ്ങളും വിശ്വാസ്യതയും പ്രാധാന്യമാണ് എങ്കിലും ഒപ്പമോ അതിലേറെയോ പ്രധാനമാണ് സ്ഥാപനത്തെക്കുറിച്ചുള്ള പൊതുധാരണ. ജൂനിയർ ആയവരെയോ സ്ഥാപനത്തിൽ തന്നേക്കാൾ താഴ്ന്ന ചുമതല വഹിക്കുന്ന മുതിർന്ന സഹപ്രവർത്തകരെയോ ഒക്കെ തെറി വിളിച്ചുകൊണ്ട് അഭിഷേകം ചെയ്തത് സ്ഥാപനത്തിന്റെ സ്ഥിതി മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നവർ അല്പന്മാരാണ്. മലയാളത്തിലും ഇത്തരം തെറിവിളി സംസ്കാരം നിലനിൽക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. 16 ലക്ഷത്തിൽ നിന്നും സർക്കുലേഷൻ 10 ലക്ഷത്തിലേക്ക് പോയപ്പോൾ നിയന്ത്രണം വിട്ട മലയാളത്തിന്റെ മനസാക്ഷിയുടെ മുതലാളി മുഖ്യ പത്രാധിപരെ ഒന്ന് കുടഞ്ഞുവത്രേ. ഇതിനുശേഷം മുഖ്യ പത്രാധിപൻ തനിക്ക് കീഴിലുള്ള എല്ലാവരെയും ഇടയ്ക്കിടെ പുളിച്ച തെറിവിളി നടത്തുന്നത് പതിവാക്കി പോലും. ഇതിൽ സഹികെട്ട് ഒരു വിദ്വാൻ ഒരു ദിവസം അതങ്ങ് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് മുതലാളിക്ക് അടക്കം കേൾപ്പിച്ചു കൊടുത്തു, ഒപ്പം ഭീഷണിയും. ഇത് വൈകാതെ പുറത്തുവിടും. ഏതായാലും മുതലാളിയും മുഖ്യനും വിരണ്ടു. എന്തു വേണമെങ്കിലും ചെയ്യാം, സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ കളയരുത് എന്ന അപേക്ഷയിൽ റെക്കോർഡ് ചെയ്തയാൾ വഴങ്ങി. അദ്ദേഹത്തിന്റെ രാജയോഗം വന്ന വഴി ഇങ്ങനെയാണെന്ന് മാത്രം സംഗ്രഹിക്കാം. ഒരേ ഒരു കാര്യം മാത്രം, മുംബൈ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ പരാമർശിതമായ തൊഴിൽ സംസ്കാരത്തെക്കാൾ വൃത്തികെട്ട ചിലത് മലയാളികളും ഉണ്ട് എന്നതിൽ നമുക്ക് ജാഗ്രത വേണം. ഇവിടെ നിന്നും ഒരു സതീഷ് ഉണ്ടാവാതെ ശ്രദ്ധിക്കാനുള്ള ചുമതല എല്ലാവർക്കുമുണ്ട്.